ഈശോ വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യുന്നതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമായും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സാധാരണ വിശുദ്ധരുടെയൊക്കെ തിരുനാൾ എന്നേ പറയാറുള്ളൂ. തോമാശ്ലീഹയുടെ തിരുനാൾ മാത്രം ദുഹറാന എന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ദുഹറാന എന്ന് പറയുന്നത് ഹീബ്രുവിൻ്റെ പരിഷ്കരിച്ച ഭാഷയായ അരമായ ഭാഷ, അല്ലെങ്കിൽ നമ്മുടെ ആരാധനകളുടെ സുറിയാനി ഭാഷയിലുള്ള ഒരു വാക്കാണ്. അതിൻ്റെ അർത്ഥം റിമംബറൻസ്, അനുസ്മരണ എന്നാണ്. അതായത് സാധാരണ വിശുദ്ധരുടെ എല്ലാം രക്തസാക്ഷിത്വ ദിനത്തിൽ അല്ലെങ്കിൽ മരണദിനത്തിൽ, അതായത് കണക്കാക്കുന്നത് സ്വർഗത്തിലെ ജന്മദിനത്തിൽ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കും. മരിച്ചു കഴിയുമ്പോൾ മരിച്ചവരുടെയൊക്കെ മരണവാർഷികം ആഘോഷിക്കുന്നത് സ്വർഗത്തിലെ അവരുടെ ജന്മദിനം എന്ന നിലയിലാണ്. എന്നാൽ തോമാശ്ലീഹയുടെ ഈ ജൂലൈ 3 തിരുനാൾ എന്ന് പറയുന്നത് തോമാശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ച ദിനം അല്ല എന്നതുകൊണ്ടാണ്. അതിനൊരു കാരണമുണ്ട്. സാധാരണ സഭാ പാരമ്പര്യം അനുസരിച്ച് തോമാശ്ലീഹ മരിച്ചത് ഡിസംബർ 21-ാം തീയതിയാണ്. കത്തോലിക്ക സഭ അടുത്ത കാലം വരെ ഡിസംബർ 21-ാം തീയതി തോമാശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. എന്നാൽ പിന്നീട് ആരാധനാക്രമ പഞ്ചാംഗം പരിഷ്കരിച്ച അവസരത്തിൽ അത് ഒന്ന് മാറ്റി. അതിന്റെ കാരണം ഈ ആഗമന കാലത്തിന്റെ ചൈതന്യത്തിൽ ഈ പള്ളി തിരുനാളുകൾക്ക് ആഘോഷമായിട്ട് നടത്തിയാൽ ശരിയാവുകയില്ല. അപ്പൊ അതുകൊണ്ട് ജൂലൈ 3 തിരഞ്ഞെടുത്തു. ഈ ജൂലൈ 3 തിരഞ്ഞെടുക്കാനൊരു കാരണമുണ്ട്. സെന്റ് ജെറോം പറഞ്ഞിരിക്കുന്നത് തോമാശ്ലീഹയുടെ രക്തസാക്ഷിത്വം ഡിസംബർ 21 അല്ല ജൂലൈ 3 ആയിട്ടാണ് അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാരണം ജൂലൈ 3 232-ലാണ് മൈലാപ്പൂരിൽ നിന്ന് തോമാശ്ലീഹയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ തിരിശേഷിപ്പുകൾ കപ്പൽ മാർഗം എദേസായിലെ സഭയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതും ഒരുപക്ഷെ ഈ സെന്റ് ജെറോമിന്റെ ആ പാരമ്പര്യത്തിൽ നിന്നായിരിക്കാൻ വരിക. അപ്പൊ അതുകൊണ്ട് ആ ദിവസത്തിലേക്കാണ് ആ തിരുനാൾ മാറ്റിയത്. അതുകൊണ്ടാണ് ജൂലൈ 1 അതിന് അദ്ദേഹത്തിന്റെ ദുഹറാന തിരുനാൾ എന്ന് പറയുവാനുണ്ടായ കാരണം. ഇനി 3ാമത് തോമാശ്ലീഹയ്ക്ക് വേറെ തിരുനാളുണ്ട്. അത് നമുക്കറിയാം, ഉയർപ്പ് കഴിഞ്ഞ് വരുന്ന പിറ്റേ ഞായറാഴ്ച. കാരണം തോമാശ്ലീഹയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതിനെ നമ്മളെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇനി വേറൊരു കാര്യം, തോമാശ്ലീഹയുടെ യഥാർത്ഥ പേര് തോമസ് എന്നല്ല. ഇന്നത്തെ സുവിശേഷം പറയുന്നത് തോമസ് എന്ന് അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന ദിദിമോസ് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ദിദിമോസും അല്ല തോമസും അല്ല, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് യൂദാസ് എന്നാണ്. അപ്പൊ കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ 3 യൂദാസുമാരുണ്ട്. അപ്പൊ യൂദാസിന് നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട്. കാരണം യൂദാസ് അറിയാതെയാണ് ഓർക്കുക. എന്നാൽ യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനാണ് യൂദാസ്. ആ യൂദാസിന്റെ പരമ്പരയിൽപ്പെട്ടതാണ് ദാവീദ് രാജാവ്. അതുകൊണ്ട് തന്നെ യൂദയ ഗോത്രത്തിൽ നിന്ന് ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്നാണ് ഇസ്രായേൽ ജനത്തിലുള്ള രാജാക്കന്മാര് ഉണ്ടാകേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് നോബലായിട്ടുള്ള ഒരു ഗോത്രം തന്നെയാണ്, രാജവംശമാണ്. രാജമക്കളായിട്ട് അവരറിയപ്പെടും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആ യൂദാസ് എന്നുള്ള പേര് ധാരാളം പേർക്കുണ്ട്. കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ 3 പേർക്കുണ്ട്. ഒന്ന് യൂദാസ് കറിയാത്ത, യൂദാസ് തദേവുസ്, മറ്റൊന്ന് യൂദാസ് തോമസ് അല്ലെങ്കിൽ യൂദാസ് ദിദിമോസ്. ഈ തോമസ് എന്ന വാക്കിന്റെ വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നാണ്. അതായത് തോമസിന് ഒരു ഇരട്ട സഹോദരനോ അല്ലെങ്കിൽ ഒരു ഇരട്ട സഹോദരിയോ ഉണ്ടായിരുന്നു. പക്ഷെ അതാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ടാണ് തോമസ് എന്ന് പറയാൻ പിന്നെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ തോമസിന്റെ ജീവിതത്തില് ബൈബിളിലെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്ന 3 പ്രധാന സംഭവങ്ങളാണ് ഉള്ളത്. ഒന്ന്, തോമാശ്ലീഹയുടെ വിശ്വാസ ചൈതന്യം പ്രകടമാക്കുന്ന ഒരു സംഭവമാണ്. അതായത് ജെറുസലേമിനടുത്ത് താമസിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട ഒരു ഫാമിലിയാണ് മർത്ത, മറിയം, ലാസർ. അതിലെ ലാസർ രോഗാതുരനായി ആ വിവരം അറിയിച്ച് മർത്തായും മറിയവും ഈശോയ്ക്ക് ആളയച്ചു. ഈശോ വിദൂര സ്ഥലത്താണ്. അപ്പൊ ഈശോ പറഞ്ഞു നമുക്ക് അവിടെ പോകാം എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു അങ്ങോട്ട് പോകരുത്, അങ്ങേ കല്ലെടുത്ത് കൊല്ലാനായിട്ട് യൂതന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
അപ്പൊ അതുകൊണ്ട് അങ്ങേയും കല്ലെറിഞ്ഞു കൊല്ലും, കൂടെ വരുന്ന ഞങ്ങളെയും കല്ലെറിഞ്ഞു കൊല്ലും. അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന അവസരത്തില് തോമസ് ലീഗ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്കും മരിക്കാൻ വേണ്ടി അവരുടെ കൂടെ പോകാം എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലും, ആ കൂടെ കഴിയുന്ന നമുക്ക് മരിക്കാം. അപ്പൊ അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ വരെ ധീരത കാണിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ കർത്താവിന്റെ കുരിശിൽ കയറ്റിയ സമയത്ത് യോഹന്നാൻ സുവിശേഷകനല്ലാതെ മറ്റ് അപ്പസ്തലന്മാരൊന്നും കർത്താവിന്റെ കൂടെ വിചാരണ സമയത്തോ കുരിശിൻ ചുവട്ടിലോ ഒന്നും ഉണ്ടായില്ല. യോഹന്നാന്റെ മാതാവിനെ കൂട്ടിക്കൊണ്ട് പോയി അദ്ദേഹത്തിന്റെ റോമൻ അല്ലെങ്കിൽ അന്നാസിന്റെ അരമനയുമായിട്ടൊക്കെ അവിടുത്തെ പടയാളികളുമായിട്ട് അല്പം ബന്ധമുള്ളതുകൊണ്ടാണ്, കാരണം ഈ പണക്കാരനായിരുന്നു. അപ്പൊ അത് പഴയ കാലത്ത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ധൈര്യത്തോടെ ചെല്ലാൻ പറ്റി, ബാക്കിയുള്ളവരെല്ലാം ഭയപ്പെട്ടു. പക്ഷെ പിന്നീട് തോമസ് ലീഗ ആ കർത്താവിന്റെ ഉദ്ധാനത്തിന്റെ ദിവസത്തില് ബാക്കി അപ്പസ്തലന്മാരെല്ലാം ഭയപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂദാസ് മാത്രമായി ധൈര്യത്തോടെ തോമസ് ലീഗ മാത്രമാണ് പുറത്തോട്ട് പോകുന്നത്, ഒരുപക്ഷെ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ ഭക്ഷണം സംഭരിക്കാനോ ഒക്കെ ആയിട്ട്. അങ്ങനെ അതിനുശേഷമാണ് പരിശുദ്ധാത്മാവിനെ സ്ഥിതിച്ച ശേഷമാണ് ഈ അപ്പസ്തലന്മാർക്കെല്ലാം ധൈര്യം ഉണ്ടാകുന്നത്. വളരെ വിദൂരങ്ങളിൽ പോയി മരിക്കാൻ വരെ സന്നദ്ധരായി ഈ അപ്പസ്തലന്മാരെല്ലാം സുവിശേഷത്തിന് പോകുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ജീവൻ വരെ ത്യജിക്കുവാൻ തയ്യാറായ ആ ഒരു അപ്പസ്തലനെയാണ് നമ്മൾ കാണുക. നമ്മുടെ സൈന്യദേവനമാകുന്ന കൂതാശയിലൂടെ നമ്മൾ വേദനിക്കുന്നത് ക്രിസ്തുവിന്റെ ധീരപടയാളിയാവുക എന്നുള്ളതാണ്. അതായത് എന്റെ വിശ്വാസം നിലനിർത്താൻ, അതിനുവേണ്ടി ഞാൻ വേണ്ടി വന്നാൽ മരിക്കാൻ. അതുപോലെ തന്നെ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഒരുപക്ഷെ അത് പ്രചരിപ്പിക്കുവാൻ, ആ പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ ചിലപ്പോൾ രക്തസാക്ഷിത്വം പറ്റിയിട്ട് വരുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ മിഷണറിമാര്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പിയർ പ്രഷറിലല്ല, നമ്മുടെ വിശ്വാസത്തെ അചഞ്ചലമായി നിലനിർത്തുന്നതിന് ഉള്ള ഒരു സന്ദേശം തോമസ് ലീഗയിലൂടെ നമ്മൾ അവിടെ കാണുകയാണ്. ഇനി മറ്റൊന്ന്, അന്ത്യക്കാരുടെ വേളയിൽ ഒരു സംഭാഷണം ഉണ്ടാകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 4 മുതൽ 4 വരെയുള്ള 14 അധ്യായം 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം എന്ന് ഈശോ ഈ ശിഷ്യന്മാരോട് പറയുമ്പോൾ തോമസ് ലീഗയാണ് ധൈര്യമായിട്ട് പറയുന്നത്, നീ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ ഞങ്ങള് അങ്ങോട്ട് പോകാനുള്ള വഴി എങ്ങനെ അറിയും? കാരണം ഈശോ അന്യമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിലാണ് അപ്പസ്തലന്മാരും മറ്റാളുകളും അക്കാലത്ത് ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ഞാൻ എങ്ങോട്ടാ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാം, വഴി നിങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല. ഈശോ എങ്ങോട്ടാ പോകുന്നത്? എല്ലാവരും സന്നിധി പോകുന്ന കാര്യം കർത്താവ് പറയും. അപ്പോഴാണ് തോമസ് ലീഗ ചോദിക്കുന്നത്, നീ എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറയുമ്പോഴാണ് ഈശോയുടെ പ്രസിദ്ധമായ ഒരു വാക്യം പറയുന്നത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. അങ്ങനെ ഈശോയുടെ ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി കിട്ടിയത് തോമസ് ലീഗയിലൂടെയാണ്. ഈശോയാകുന്ന വഴി, വഴി എന്ന് പറയുന്നത് മലയാളത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് മാർഗം. അതുകൊണ്ട് തോമസ് ലീഗ വന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാം ഈശോയുടെ മാർഗമാണ്. ഈശോയാകുന്ന വഴിയിലൂടെ, മാർഗത്തിലൂടെ എങ്ങനെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലെത്താൻ, ഈശോയിലൂടെ അല്ലാതെ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് തോമസ് ലീഗ പഠിപ്പിച്ച ആ മാർഗത്തിന് തോമാ മാർഗം, ക്രിസ്തു മാർഗം ആയി മാറിയത്. അതുകൊണ്ടാണ് ഭാരതത്തിലെ ക്രിസ്ത്യാനികളെ മാർഗവാസികൾ, അതായത് മാർഗത്തിൽ വസിക്കുന്നവർ എന്നുള്ള അർത്ഥം മാർഗവാസികൾ, അല്ലെങ്കിൽ ക്രിസ്തുമതം സ്വീകരിച്ചവർക്ക് മാർഗം കൂടിയവർ, ക്രിസ്തുവിന്റെ ആ മാർഗത്തെ പറ്റിയുള്ള നൃത്തം, വട്ടക്കളി നടത്തുന്നതിന് മാർഗംകളി, ഇങ്ങനെയുള്ള ആ പേരുകൾ വരുവാനായിട്ട് ഇടയായത്. അപ്പൊ അതുകൊണ്ട് തോമസ് ലീഗ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു രഹസ്യമാണ്, ഈശോയാകുന്ന മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിലെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നീട് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടതായ ഒരു വലിയ സംഭവമാണ് 3 പ്രധാനപ്പെട്ട വാക്കുകൾ, മൈ ലോർഡ്, മൈ ഗോഡ്. അതായത് നമ്മുടെ പല പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അത് ഈ തോമസ് ലീഗ ഉപയോഗിച്ച വാക്കാണ്, ഞങ്ങളുടെ കർത്താവായ ദൈവം. ഇതാണ് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ ഉച്ചരിക്കുക. പക്ഷെ ഇത് തോമസ് ലീഗ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. ആദിമ സഭ മുതൽ പഴയ നിയമകാലം മുതൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകത്തില് ആരംഭത്തില് ദൈവത്തിന് 2 വാക്കുകളുണ്ട്. ഒന്ന് എലോഹിം, അതായത് നമുക്കറിയാം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ പിതാവായ ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് അപ്പോഴാണ് കാണുന്നവർ കളിയാക്കി പറഞ്ഞ ഏലിയായെ വിളിക്കുകയാണ്. അല്ല, ഏലിയായെ വിളിച്ചത് ദൈവമേ, ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എലോഹിം എന്ന് പറഞ്ഞാൽ അത് ഹീബ്രു ഭാഷയില് ദൈവം എന്നാണ്. അതായത് സർവശക്തനായ ദൈവം, എല്ലാം അറിയുന്ന ദൈവം, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇന്നൊരു മനുഷ്യനും അതിന്റെ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടില്ല.
പറ്റില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ അല്പം താളം തെറ്റിയാൽ നമ്മളെല്ലാം നശിക്കും, ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കും. പക്ഷെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇത്ര രീതിയിൽ ക്രമീകരിച്ച സൃഷ്ടിച്ച അതിനെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം, അതാണ് അല്ലെങ്കിൽ എലോഹിം എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പിന്നീട് പറഞ്ഞു വരുന്നത് യഹോവയെ കുറിച്ചാണ്. യഹോവയാകുന്ന ദൈവം എന്ന് പറഞ്ഞാൽ കുറെ പേഴ്സണൽ ആയിട്ടുള്ള ദൈവം. അതായത് ചില അപ്പന്മാർക്ക് വളരെ ബുദ്ധിപരമായ രീതിയിൽ കുടുംബത്തിന്റെ സുരക്ഷിതത്വം എല്ലാം നോക്കും. പക്ഷെ ചില സമയത്ത് വളരെ ഹൃദ്യമായി പെരുമാറും. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, താലോലിക്കുന്നു, മടിയിൽ വയ്ക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അതുപോലുള്ള ഒരു ദൈവം. അതാണ് യാവേ. അതായത് യാവേ എങ്ങനെയാണ് ആദ്യം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതൊക്കെ പറഞ്ഞത്, രണ്ടാമത് വീണ്ടും ഒരു സൃഷ്ടിയുടെ വിവരണം പറയുകയാണ്. മണ്ണുകൊണ്ട് മനുഷ്യനെ ഒരു മെനഞ്ഞുണ്ടാക്കുകയാണ്, ഒരു മൂശാരി പണിയുന്ന പോലെ. അതായത് മണ്ണുകൊണ്ട് കളിമണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കുന്നു. എന്നിട്ട് അവന്റെ നാസാബന്ധങ്ങളിലേക്ക് ഊതുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, നിത്യജീവൻ നൽകുന്നു. അപ്പൊ അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് വേണ്ടിയിട്ട് അവനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ വാര്യന്റെ അടുത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു, ഹവ്വായെ സൃഷ്ടിക്കുന്നു. അവിടെയും കൊണ്ട് അവന്റെ അടുക്കൽ വരുന്നു. അപ്പം അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. അതിനുശേഷം അവരോട് കൽപ്പനകൾ നൽകുന്നു. നിങ്ങളെ സന്താനോടൊരായിട്ട് വളരണം. ഇത് നമ്മൾ ആദ്യത്തെ വായിക്കേണ്ടതുപോലെ നിങ്ങൾക്ക് ഏത് കനിയും ഭക്ഷിക്കാം, പക്ഷേ വിലക്കപ്പെട്ട കനികൾ, ജീവന്റെ കനികൾ, നന്മതിന്മയുടെ കനിയൊന്നും ഭക്ഷിക്കരുത്. ഇങ്ങനെ പരസ്പരം പറയുന്ന ഒരു പാകം ചെയ്തപ്പോൾ നീ വിലക്കപ്പെട്ട കനി തിന്നോ. ഉടനെ അവർ നഗ്നതയ്ക്ക് അത്തിപ്പഴയുടെ മണ്ണ് നഗ്നത വളർച്ചപ്പോൾ അതിന് പകരം അവർക്ക് ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തുണി കൊണ്ട് വസ്ത്രം ധരിപ്പിക്കുന്ന ദൈവം, അവരെ അവിടെ നിന്ന് പ്രതീക്ഷയിൽ നിന്ന് മാറ്റിയിറക്കുന്ന ദൈവം. അപ്പൊ അങ്ങനെ മനുഷ്യനുമായിട്ട് നേരിട്ട് സമാധിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം. അപ്പൊ ദൈവത്തിന്റെ രണ്ട് ഇമേജ് ഉണ്ട്, ഒന്ന് ദൈവം, മറ്റൊന്ന് കർത്താവ്. അപ്പൊ ഇത് രണ്ടുകൂടെ ചേരുന്നതാണ് കർത്താവ് ദൈവം, എന്നെ സ്നേഹിക്കുന്ന. അതുകൊണ്ട് എന്റെ കർത്താവേ എന്നോ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ഞാനും ദൈവവും തമ്മിലുള്ള ഇന്റിമസിയാണ്. അപ്പൊ എന്റെ കർത്താവെ എന്ന് വിളിക്കാൻ നമുക്ക് അവകാശം കിട്ടുന്നത് നമ്മുടെ മാമോദീസായിലൂടെയാണ്, അല്ലാത്തവർക്ക് വിളിക്കാൻ അവകാശമില്ല. എന്റെ കർത്താവ് എന്റെ ദൈവമാണ് എന്ന് ഉള്ള കാര്യം തോമസ് ലീഗ ഏറ്റുപറയുകയാണ്. കർത്താവെ എന്ന് പറഞ്ഞാൽ എന്നെ ഭരിക്കുന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഈശോയെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാരൊക്കെ വിളിച്ചിരുന്നത് ലോർഡ്. ഇപ്പൊ ലോർഡ് എന്നുള്ള വാക്ക് വളരെ വിശാലമായ അർത്ഥങ്ങളിലുണ്ട്. കാരണം നമ്മുടെ ബിഷപ്പ്മാരെ ചിലപ്പോൾ ലോർഡ് വിളിക്കും, അല്ലെങ്കിൽ ഭരണാധികാരികളെ, രാജാക്കന്മാരെയൊക്കെ കർത്താവ് എന്ന് വിളിക്കുമായിരുന്നു. അപ്പൊ എന്നാലും ഇവിടെ തോമസ് ലീഗ പറയുകയാണ്, എന്റെ കർത്താവ് എന്റെ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നീ വെറും മനുഷ്യനും അല്ല, മറിച്ച് നീ മനുഷ്യനും ദൈവവുമാണ് എന്ന് തോമസ് ലീഗ ഏറ്റുപറയുകയാണ്. ഇതാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ഞങ്ങളുടെ കർത്താവായ ദൈവമേ എന്ന് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആഴമായ അർത്ഥങ്ങളാണ് നമ്മുടെ ഈ പ്രാർത്ഥനകളിലുള്ളത്. അത് തോമസ് ലീഗയാണ് നമുക്ക് കൊണ്ടുവന്നത്. ഇനി തോമസ് ലീഗയുടെ ജീവിതത്തിലേക്ക് കടന്നാൽ നമുക്കറിയാം, നറുക്കെട്ടാണ് ശിഷ്യന്മാര് എങ്ങോട്ട് പോയി വചനം പ്രഘോഷിക്കണം ദൈവത്തിന്റെ മനസ്സിൽ കണ്ടുപിടിക്കുന്ന ഒരു പഴയ രീതിയാണ് നറുക്കെട്ട് തീരുമാനിക്കുക. ദീക്കന്മാരെ അല്ലെങ്കിൽ സ്കറിയാതായിക്ക് പകരം ആരെയാണ് വേണ്ടത്, രണ്ടുപേരുടെ പേര് വന്നപ്പോൾ നറുക്കെട്ട് തീരുമാനിക്കും എന്ന് പറഞ്ഞ അപ്പസ്തലന്മാർ എങ്ങോട്ട് പോകണമെന്ന് നറുക്കെട്ട് തീരുമാനിക്കും. ഇതൊരു പാരമ്പര്യമാണ്. അങ്ങനെ തോമസ് ലീഗയാണ് റോമൻ സാമ്രാജ്യത്തിന്റെ വെളിയിൽ അങ്ങനെ കിഴക്കോട്ട് പോകാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. തോമസ് ലീഗ വൈമനസ്യപ്പെട്ടിരിക്കുകയാണ്. ആക്സ് ഓഫ് തോമസ് ലീഗയുടെ നടപടി എന്ന് പറയുന്ന ബൈബിളിന്റെ ഭാഗമല്ലാത്ത ഒരു പുസ്തകത്തില് രേഖപ്പെടുത്തുന്ന ചിത്രം അനുസരിച്ച് തോമസ് ലീഗ പോകാൻ മടിച്ചു നിൽക്കുകയാണ്. കാരണം ഗ്രീക്ക് ഭാഷയും അരമായി ഭാഷയൊക്കെ അറിയാം. പക്ഷേ മറ്റ് ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ഗ്രീക്ക് ഭാഷയും അല്ലെങ്കിൽ അരമായ ഭാഷയും അവർക്കാണ് പറയാൻ പാടില്ല. ഇപ്പൊ പുതിയ ഭാഷ, പുതിയ സംസ്കാരം, അപകടകരമായ സാങ്കേതിക യാത്രകൾ ഒക്കെയുണ്ട്. അങ്ങനെ പഠിച്ചു നിൽക്കുന്ന അവസരത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പാരമ്പര്യ പ്രകാരം അവിടെ അബ്ദാലസ് എന്ന് പറയുന്ന അതായത് ഒരു ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജാവിന്റെ ഗണ്ടഫോറസ് എന്ന് പറയുന്ന രാജാവിന്റെ, ആ രാജാവ് അഫ്ഗാനിസ്ഥാന്, ബലൂചിസ്ഥാൻ, പഞ്ചാബ്, സിന്ധ് തുടങ്ങിയ ഭാരതത്തിന്റെ നോർത്ത് ഇന്ത്യയിലെ ഒരു രാജാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആളുകൾ മറ്റു രാജാക്കന്മാരെ അതിജീവിക്കുന്ന രീതിയിൽ നല്ല മനോഹരമായ കൊട്ടാരം നിർമ്മിക്കണം. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ആർക്കിടെക്ട് വേണം. ആ ആർക്കിടെക്റ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഭൃത്യനായ അബ്ബാലസിനെ ജെറുസലേമിലേക്ക് അയക്കുകയാണ്. കാരണം ജെറുസലേമിൽ നല്ല കൊട്ടാരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അബ്ബാലസിനോട് ഈശോ പ്രത്യക്ഷപ്പെടും. ഈശോയാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. അബ്ബാലസിനോട് ചോദിക്കുകയാണ്, നീ ഒരു ശില്പിയെ കൊട്ടാരം പണിയാൻ അന്വേഷിക്കുകയാണോ? അവൻ പറഞ്ഞു അതെ. എന്നാൽ എനിക്ക് എന്റെ ശിഷ്യനായിട്ടുള്ള ഒരു ശില്പിയുണ്ട്. അതാണ്
നീ അവിടെ അപ്പുറം കാണുന്ന ആ ഒരു മനുഷ്യരെ കണ്ടിട്ട് പറഞ്ഞാൽ മതി നീ ഈശോയുടെ ശിഷ്യനാണോ എന്ന് ചോദിച്ചാൽ മതി. അവരോട് പറയണം ഞാൻ പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വന്നോളൂ. അങ്ങനെ അബ്ബാസ് എന്ന് തോമസിനെ കണ്ടിട്ട് പറഞ്ഞത് ഈശോയുടെ ശിഷ്യനാണോ? അതെ. എന്നാൽ നീ എന്റെ കൂടെ പോരണം, കാരണം ഈശോ നിന്നെ എന്റെ കൂടെ വിട്ടിരിക്കുകയാണ്. അപ്പൊ തോമസ് ഈ കാര്യം മനസ്സിലായി. തോമസ് ആ കൂടെ പോവുകയാണ്. അതുകൊണ്ടാണ് തോമസ് ലിഹായുടെ രൂപത്തില് ചിലപ്പോൾ ഒരു ശില്പിയുടെ അല്ലെങ്കിൽ ഒരു പണിക്കാരന്റെ ഒരു ആയുധം അല്ലെങ്കിൽ മെഷർമെന്റ് കാണാറുണ്ട് കൂടുതൽ. ഇനി മറ്റൊന്നുള്ളത് അദ്ദേഹത്തിന്റെ കുന്തമാണ്. ഒരിക്കലും തോമാസ്ലിയ കുന്തം പിടിച്ച് നടന്നിട്ടില്ല. തോമാസ്ലിയ എങ്ങനെ രക്തസാക്ഷിത്വം വിളിച്ചു എന്ന് സൂചിപ്പിക്കുന്നതാണത്. അങ്ങനെ ഈ അബ്ബാസിന്റെ കൂടെ പോയി ഒട്ടപ്പോറസ് രാജാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒട്ടപ്പോറസ് രാജാവ് പറയുന്നു, ഞാൻ നല്ല മനോഹരമായി കൊട്ടാരം പണിയെന്ന് പറഞ്ഞാൽ ധാരാളം അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം ഏൽപ്പിക്കുകയാണ്. തോമാസ്ലിയ എന്ത് ചെയ്യുന്നു? ഈ സമ്പത്തെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരെ സംരക്ഷിച്ച് അവരോട് കർത്താവിന്റെ വചനം പ്രഘോഷിച്ച് അവരെ എല്ലാം മാനസാന്തരപ്പെടുത്തുകയാണ്. ഈ വിവരം രാജാവ് പറഞ്ഞപ്പോൾ രാജാവ് കോപാകുലനായി. രാജാവ് തോമസിനെ വിളിച്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ തോമസിനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരം പണിയുന്നുണ്ട്, അത് എവിടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിവിടെയല്ല, ഞാൻ പണിയുന്നത് സ്വർഗത്തിലാണ്. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആ കൊട്ടാരം ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഈ കൊണ്ടപ്പോറസ് രാജാവിന് തന്നെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം തോമസ് ലിഹായെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. പക്ഷേ അന്ന് രാത്രിയിൽ ഈ കൊണ്ടപ്പോറസ് രാജാവിന്റെ സഹോദരൻ സഹോദരന്റെ ഗാഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ പെട്ടെന്ന് ആകസ്മികമായി മരിക്കുന്നു. രാജാവിനെ ഭയങ്കര ദുഃഖാർത്ഥനായി. പക്ഷെ അദ്ദേഹം മനസ്സിലായി തോമസ് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവരോടൊന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഈ ഗാദിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, മരിച്ചു കിടക്കുന്ന ശവശരീരത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് തോമസ് ലിഹായെ കാരാഗ്രഹത്തിൽ കൊണ്ടുവരുന്നു. തോമസ് ലിഹ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഗാദ് പുനർജീവിക്കുന്നു. എന്നിട്ട് ഈ ഗാദ് എന്ന് പറയുന്ന ഈ രാജാവിന്റെ സഹോദരൻ പറയുകയാണ്, ഞാൻ മരിച്ചപ്പോൾ ഞാൻ സ്വർഗം കണ്ടു. ആ സ്വർഗത്തിൽ അതിമനോഹരമായ ഒരു കൊട്ടാരം അങ്ങേക്ക് വേണ്ടി കൊണ്ടപ്പോറസ് രാജാവിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഈ കൊണ്ടപ്പോറസ് രാജാവ് തോമസ് ലിഹായുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയും ഈ രാജാവും ആ രാജാവിന്റെ പ്രജകളായ അനവധി ആളുകൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നുമുള്ള ഒരു കഥയാണ് അതിലൂടെ അവതരിപ്പിക്കുക. അതാണ് തോമസ് ലിഹായെ കുറിച്ച് പറയുന്ന ഒരു കഥ. മറ്റൊന്ന്, തോമസ് ലിഹ മൈലാപ്പൂരായിരിക്കുമ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞു, ഈ വിഗ്രഹങ്ങളെ അമ്പലത്തിൽ വന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് ലിഹ അതിന് വിഗ്രഹാരാധിക്കാൻ തയ്യാറല്ല. പക്ഷെ നിർബന്ധിക്കുന്നത് കൊണ്ട് അദ്ദേഹം ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം പൊടിഞ്ഞ് താഴെ വീണു, തോമസ് ലിഹയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ. അപ്പോൾ രാജാവ് കോപാകുലനായി അവിടുത്തെ പ്രധാന ഹൈന്ദവ പുരോഹിതനോട് പറഞ്ഞു, ഇവരെ കൊന്നുകളയാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം 4 പടയാളികൾ ചേർന്ന് അല്ലെങ്കിൽ 4 യോദ്ധാക്കൾ ചേർന്ന് അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തുകയും അങ്ങനെയാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരികയും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളാണ് തോമസ് ലിഹായെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അതിലൂടെയൊക്കെ ധാരാളം പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിക്കാനും അവരോടുകൂടി പോയി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആ തോമസ് ലിഹായെ പോലെ, അവന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ തോമസ് ലിഹായെ പോലെ സഭയോടൊക്കെ ചിന്തിച്ച് സഭയോടൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ വിശ്വാസം സംരക്ഷിച്ച് ക്രിസ്തുവാകുന്ന മാർഗത്തിലൂടെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ തോമസ് ലിഹ എന്ന് പറഞ്ഞതുപോലെ എന്റെ കർത്താവിന്റെ ദൈവമാണ് എന്ന് പറയുവാനുള്ള ആ ബോധ്യത്തിൽ എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിച്ച ആ ദൈവം എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് ദൈവത്തിന് നിശ്ചയിക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ഉണ്ടാകും എന്നുള്ളതായ ആ ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. തോമസ് ലിഹ പിന്നീട് കൊണ്ടപ്പോറസ് രാജാവിനെ പഠിപ്പിച്ച ഒരു കാര്യം കൂടി, അതായത് ഈ ലോകത്തിലെ ഭൗതിക സമ്പത്ത് കൊണ്ട് നിനക്ക് ഒന്നും നേടാനില്ല, കാരണം അത് ഭാവിയിൽ നിനക്ക് നിരാശ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ സമ്പത്ത് കൊണ്ട് നിനക്കൊന്നും പോകാൻ ഒക്കത്തില്ല. എന്നാൽ ഈ ഭൗതിക സമ്പത്തിന് പകരം ആത്മീയ സമ്പത്ത് നിനക്ക് ഉണ്ടായാൽ അത് നിന്റെ ആത്മാവിനോടൊപ്പം സ്വർഗത്തിൽ നിനക്ക് കൊണ്ടുപോകാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വസതി ഒരുക്കുവാൻ വേണ്ടിയാണ്, ഞാൻ വീണ്ടും വരും, ആ വസതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകും, നിങ്ങളുടെ പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊട്ടാരത്തിൽ കഴിയുന്നവർക്ക് നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചട്ടക്കൂട്ടിലായിരിക്കും കിട്ടുക, ചിലപ്പോൾ അതുപോലെ കിട്ടുന്ന വരികയാണ്. നേരെ മറിച്ച് ഇവിടെ ചട്ടക്കൂട്ടിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ട് ദരിദ്രനാകുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾ ധനികരാകും. അതുകൊണ്ട് ഈ തോമസ് ലിഹയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും.